അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കി. പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല. ജി സുധാകരൻ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള തന്റെ സന്നദ്ധത ജി സുധാകരൻ അറിയിച്ചിരിക്കുകയാണ്. പാർട്ടി അംഗത്വം താൻ ആഴ്ചകൾക്ക് മുൻപ് ഒഴിവാക്കിയിരുന്നു. താൻ സ്വതന്ത്രനായിരിക്കുന്നു, അതുകൊണ്ട് സ്വതന്ത്രനായി ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു എന്ന വാചകമാണ് ജി സുധാകരന്റെ ഏതാണ്ട് 1 മണിക്കൂറിനോട് അടുക്കുന്ന വാർത്താ സമ്മേളനത്തിനൊടുവിൽ നമ്മൾ കേട്ടത്. ഒരുപക്ഷെ വാർത്തയുടെ ഏറ്റവും തീക്ഷ്ണമായ നിമിഷമാണിത്. കാരണം ജി സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഈ വാർത്താ സമ്മേളനം നീളും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുമാനമുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ കണ്ട് പിന്തുണ അറിയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ജി സുധാകരന് പാർട്ടി നേതൃത്വവുമായി വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ആ വിയോജിപ്പുകളൊക്കെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന വാർത്താ സമ്മേളനമായി ജി സുധാകരന്റെ ഈ വാർത്താ സമ്മേളനം മാറിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലാണ്, അതിന്റെ ക്ലൈമാക്സിൽ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നു താൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു, പാർട്ടിയിൽ നിന്ന് താൻ സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ സ്വന്തം അനുജനെ നഷ്ടപ്പെട്ട ആ പഴയ കഥയൊക്കെ ജി സുധാകരൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്കും മറ്റൊരു പാർട്ടി കൂടാരത്തിലേക്കും താനില്ല എന്ന് ജി സുധാകരൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അമ്പലപ്പുഴ എന്ന തന്റെ മണ്ഡലത്തിൽ തന്റെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത്, അവിടുത്തെ വോട്ടർമാരെ വിശ്വാസത്തിലെടുത്ത് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സുപ്രധാനമായ തീരുമാനം ജി സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ മത്സര സന്നദ്ധത അറിയിക്കുകയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. CPM-ന്റെ മുതിർന്ന നേതാവായിരുന്ന, പാർട്ടിയിൽ ദീർഘകാലം 60 വർഷക്കാലം പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ ഏതാണ്ട് സുധാകരന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ 15 പാർട്ടി കോൺഗ്രസുകളിൽ പങ്കെടുത്ത, ആരുടെയും അനുവാദമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടിയിലേക്ക് എത്തുകയും പാർട്ടി പ്രവർത്തകനായി നിൽക്കുകയും പാർട്ടിയിലെ പുതുതലമുറയ്ക്ക് ക്ലാസുകളിലൂടെ പാർട്ടിയുടെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടിയുമായുള്ള തന്റെ അകലം, പാർട്ടി വീഴാനിടയായ സാഹചര്യം, സ്വതന്ത്രനാക്കപ്പെട്ടതിലെ ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ പ്രസക്തിയെല്ലാം അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.